Dear students, plus 2 accountancy മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷൻ എന്ന ചാപ്റ്റർ 5 ഇന്ന് ആരംഭിക്കുന്നു. ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ ഇതിനു മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ അവ കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഐ ബട്ടണും ഡിസ്ക്രിപ്ഷനും എൻ്റെ സ്ക്രീനും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകൾ തരംതിരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ പ്രധാനമായിട്ടും അതിൻ്റെ തിയറി പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുക. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പോൾ പരമാവധി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിൽ കുറച്ച് തിയറികൾ കൂടുതലുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മൾ റിട്ടയർമെൻറ്റ്, ജേണൽ അഡ്മിഷൻ, ഡെത്ത് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രികളിൽ വ്യത്യാസമുണ്ട് ഈ ഒരു ഡിസൊല്യൂഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലത് ഓർത്തിരിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അത് പരമാവധി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജസ്റ്റ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഒപ്പം തന്നെ പ്രധാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ ക്ലാസ് കൊണ്ട് ഉപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇൻ പാർട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ദർ ക്യാൻ ബി 2 ടൈപ്സ് ഓഫ് ഡിസൊല്യൂഷൻസ്. ഒരു പാർട്ണർഷിപ്പ് ഫേം രണ്ട് തരത്തിലുള്ള ഡിസൊല്യൂഷന് വിധേയമാണ്. രണ്ട് തരത്തിൽ ഡിസൊല്യൂഷൻ നടക്കാം. ദേ ആർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഇപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഡിസൊല്യൂഷനെ തരംതിരിക്കാവുന്നതാണ്. ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, രണ്ട് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ആദ്യം നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. Dissolution of partnership changes the existing relationship between partners, but the firm may continue its business as before. ഇപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ചസ് ഇൻ ദി എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ണേഴ്സ് ആണ്. പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാറ്റമുണ്ടാകുന്നു. നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നടക്കുന്നത് പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവരുടെ എക്സിസ്റ്റിംഗ് ഷെയറിലും മറ്റു കാര്യങ്ങളിലും അവർ തമ്മിലുള്ള ബന്ധത്തിൽ മാറ്റം വരികയാണ് അല്ലേ? ഏതെങ്കിലും ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്താൽ 3 പേർ കൂടിയ ഒരു പുതിയ റിലേഷൻഷിപ്പ് അവിടെ വരുന്നു. ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ചെയ്താൽ, മരിച്ചാൽ എല്ലാം വീണ്ടും ഒരു പുതിയ റിലേഷൻഷിപ്പാണ് വരിക, ഒരാൾ ഒഴിവാക്കിക്കൊണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരുത്തുന്ന പാർട്ണർഷിപ്പിനെയാണ് നമ്മൾ ആ സാഹചര്യത്തെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുക. ഇപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റമാണ്. അവിടെ ഫേം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേമുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ഫേം സാധാരണഗതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു, പുതിയ പാർട്ണേഴ്സുമായിട്ട് അത് തുടരുന്നു. ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് മേ ടേക്ക് പ്ലേസ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് വേസ്. താഴെ പറയുന്ന സമയങ്ങളിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് സംഭവിക്കാം. ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് പാർട്ണേഴ്സ്. പാർട്ണേഴ്സിൻ്റെ നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പാണ്. അപ്പോൾ നിലവിലുള്ള പാർട്ണർഷിപ്പ് ഫേമിലുള്ള പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാറ്റം വരികയാണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവിടെ മാറുകയാണ് അല്ലേ? അപ്പോൾ അത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിന് ഉദാഹരണമാണ്. അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പാണ്. അടുത്ത റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ണർ. ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുമ്പോഴും അത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പാണ്. ഡെത്ത് ഓഫ് എ പാർട്ണർ, ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ. ഏതെങ്കിലും ഒരു പാർട്ണർ മരിച്ചാൽ, ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് അദ്ദേഹം ഇൻസോൾവൻ്റ് പാപ്പർ ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് നടക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പാണ്. ദെൻ കംപ്ലീഷൻ ഓഫ് ദി വെഞ്ചർ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെഞ്ചർ വെച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു സംരംഭം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഒരു പാർട്ണർഷിപ്പ് ആരംഭിച്ചിരിക്കുന്നതെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വെഞ്ചർ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അത് അവസാനിപ്പിക്കുമ്പോൾ ഈ പാർട്ണർഷിപ്പ് ഫോംഡ് ഫോർ ദാറ്റ്, അതിനുവേണ്ടിയാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സമയത്തും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പാണ് ഇവിടെ നടക്കുക. ദെൻ എക്സ്പയറി ഓഫ് ദി പീരീഡ് ഓഫ് പാർട്ണർഷിപ്പ്. ആ പാർട്ണർഷിപ്പ് പീരീഡ് തീർന്നു കഴിയുമ്പോൾ, ഒരു പാർട്ണർഷിപ്പ് 5 വർഷത്തേക്കാണ് പാർട്ണർഷിപ്പെങ്കിൽ ആ പാർട്ണർഷിപ്പ് തീർന്നു കഴിയുമ്പോൾ നിലവിലുള്ള പാർട്ണർഷിപ്പ് അവസാനിക്കുന്നു. ഒരു പുതിയ കാലയളവിലേക്ക് വേണമെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേം വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. ഈ പാർട്ണർഷിപ്പ് ഈസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ആ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് നടക്കുന്നു. ഇനി നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്താണെന്നുള്ളത് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 39 ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് 1932, 1932
പാർട്ണർഷിപ്പ് ആക്ടിൽ 39 സെക്ഷനിലാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിനെ കുറിച്ച് പറയുക. ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ണേഴ്സ് ഓഫ് എ ഫേം. ആ ഫേമിലെ എല്ലാ പാർട്ണേഴ്സിന്റെ ഇടയിലുമുള്ള ഡിസൊല്യൂഷനാണ്, പാർട്ണർഷിപ്പിന്റെ ഡിസൊല്യൂഷനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുക. ഇപ്പോൾ ഡിസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അടച്ചുപൂട്ടുക, മൊത്തത്തിൽ അടച്ചുപൂട്ടുക, പിരിച്ചുവിടുക തുടങ്ങിയ അർത്ഥമാണ് ഡിസൊല്യൂഷനിൽ വരിക. ഇവിടെ ഇറ്റ് ഈസ് ദി ബ്രേക്കിംഗ് ഓർ ഡിസ്കണ്ടിന്യൂസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ണേഴ്സ്. എല്ലാ പാർട്ണേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു, അത് അവിടെ അവസാനിക്കുന്നു. ഇറ്റ് ഈസ് ദി ബ്രേക്കിംഗ്, അല്ലെങ്കിൽ അത് അവിടെ ഇല്ലാണ്ടാകുന്നു. അപ്പോൾ എല്ലാ പാർട്ണേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ആ ഫേം പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ അവിടെ റിലേഷൻഷിപ്പിൽ മാറ്റം വരുന്നുണ്ട്, അവിടെ വേണമെങ്കിൽ അവരെ ഫേം വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അല്ലേ. ഇപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേം അവിടെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും അവിടെ അടച്ചു പൂട്ടുന്ന അവസ്ഥയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ടേക്ക് പ്ലേസ് ഇൻ എനി ഓഫ് ദി ഫോളോവിംഗ് വേസ്. താഴെ പറയുന്ന ഏതെങ്കിലും വഴികളിലൂടെയാണ് ഡിസൊല്യൂഷൻ നടക്കുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതെങ്കിലും ഒരു പല അവിടെ സാഹചര്യങ്ങളുണ്ട്, ഓരോ സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. എങ്ങനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം? ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് ആണെങ്കിൽ എ ഫേം ഈസ് ഡിസോൾവ്ഡ്, ഫേം ഡിസോൾവ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടക്കുന്നു വിത്ത് ദി കൺസെന്റ് ഓഫ് ഓൾ ദി പാർട്ണേഴ്സ്. എല്ലാ പാർട്ണേഴ്സിന്റെയും സമ്മതത്തോടു കൂടി വേണമെങ്കിൽ ഫേമിന്റെ ഡിസൊല്യൂഷൻ നടക്കാം. ഇൻ അക്കോർഡൻസ് വിത്ത് ദി കോൺട്രാക്ട് ബിറ്റ്വീൻ ദി പാർട്ണേഴ്സ്. പാർട്ണേഴ്സ് തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അനുസരിച്ച്, പാർട്ണേഴ്സ് തമ്മിൽ ഒരു കരാറുണ്ട് അല്ലെങ്കിൽ അവരുടെ കരാറിൽ ഏർപ്പെടുന്നു, നമ്മുടെ ഫേം നമുക്ക് പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടാവുന്നതാണ്. അപ്പം അങ്ങനെ പാർട്ണേഴ്സ് തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കാവുന്നതാണ്. അടുത്തത് കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ മറ്റൊരു സാഹചര്യമാണ് കമ്പൽസറി ഡിസൊല്യൂഷൻ. നിർബന്ധമായിട്ടും ഡിസൊല്യൂഷൻ നടക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. എ ഫേം ഈസ് ഡിസോൾവ്ഡ് കമ്പൽസറിലി ഇൻ ദി ഫോളോവിംഗ് കേസസ്. അപ്പോൾ താഴെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് ഫേം നിർബന്ധമായിട്ടും അത് ഡിസൊല്യൂഷൻ നടക്കേണ്ടതാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. വെൻ ഓൾ ദി പാർട്ണേഴ്സ് ഓർ ഓൾ ബട്ട് വൺ പാർട്ണർ. ഒന്നുകിൽ എല്ലാ പാർട്ണേഴ്സും ഓർ ഓൾ ബട്ട് വൺ പാർട്ണർ, ഏതെങ്കിലും ഒരു പാർട്ണർ ഒഴികെ. ഇവിടെ ബട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒഴികെ എന്നാണ് കേട്ടോ. ഓൾ ബട്ട് വൺ പാർട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് വെച്ചാൽ ഒരു പാർട്ണർ ഒഴികെ, ഒരു പാർട്ണർ ഒഴികെ ബാക്കി എല്ലാവരും, ആ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ബിക്കം ഇൻസോൾവെന്റ് ആകുന്നു, അവർ പാപ്പറാകുന്നു അല്ലെങ്കിൽ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കോടതി അവരെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. റെൻഡറിങ് ദം ഇൻകോമ്പീറ്റന്റ് ടു സൈൻ എ കോൺട്രാക്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ണർ മാത്രമേ ഉള്ളെങ്കിൽ ആ ഫേം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല അല്ലേ, അത് ഫേം ഡിസൊല്യൂഷൻ നടക്കണം. അപ്പോൾ റെൻഡറിങ് ദം ഇൻകോമ്പീറ്റന്റ് ടു സൈൻ എ കോൺട്രാക്ട്. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേം എന്ന രീതിയിൽ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ വേണ്ടി ഒരു പാർട്ണർക്ക് മാത്രം സാധിക്കില്ല. ഒരു പാർട്ണർ മാത്രമേ സോൾവെന്റ് ആയിട്ട് കാര്യമില്ല, ബാക്കി എല്ലാ പാർട്ണേഴ്സും ഇൻസോൾവെന്റ് ആണെങ്കിൽ അവിടെ കമ്പൽസറി ഡിസൊല്യൂഷൻ നടക്കണം. ദെൻ വെൻ ദ ബിസിനസ് ഓഫ് ദി ഫേം ബിക്കംസ് ഇല്ലീഗൽ. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെ ബിസിനസ് അതൊരു ഇല്ലീഗൽ ബിസിനസ് ആയിട്ട് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലീഗൽ ബിസിനസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെയുള്ള സന്ദർഭത്തിലും ആ പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ നടക്കേണ്ടതാണ്. സ്മഗ്ലിംഗ് പോലുള്ള ഏതെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ പാർട്ണർഷിപ്പ് ഫേം ഏർപ്പെടുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം കമ്പൽസറി ആയിട്ടും നിർബന്ധമായിട്ടും അതിന്റെ ഡിസൊല്യൂഷൻ നടക്കണം. When some event has taken place which makes it unlawful for the partners to carry on the business of the firm in a partnership. അപ്പോൾ ചില സന്ദർഭത്തിൽ when some event has taken place, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ which makes it unlawful for the partners to carry on the business, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പാർട്ണേഴ്സിന് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് അൺലോഫുൾ ആണ്, നിയമവിരുദ്ധമാകാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എക്സാമ്പിൾ, when a partner who is a citizen of a country becomes an alien enemy. അപ്പോൾ നമ്മുടെ പാർട്ണർ എന്ന് പറയുന്ന ആൾ മറ്റൊരു രാജ്യത്തിലെ സിറ്റിസൺ ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം നമ്മുടെ രാജ്യവും അദ്ദേഹത്തിൻ്റെ രാജ്യവും തമ്മിൽ എനിമി അല്ലെങ്കിൽ യുദ്ധമോ അതുപോലുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളോ ശത്രു രാജ്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ, ബിക്കോസ് ഓഫ് ദി ഡിക്ലറേഷൻ ഓഫ് വാർ വിത്ത് ഹിസ് കൺട്രി ആൻഡ് ഇന്ത്യ, ആ രാജ്യവും ഇന്ത്യയും തമ്മിൽ ഏതെങ്കിലും യുദ്ധമൊക്കെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ഏലിയൻ എനിമിയായിട്ട് കണക്കാക്കും. വിദേശത്തു നിന്നുള്ള ഒരു ശത്രുവിനായിട്ട് ആ പാർട്ണറെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അതും പ്രകാരം അങ്ങനെയുള്ള പാർട്ണേഴ്സ് ആരെങ്കിലും ഈ സന്ദർഭത്തിൽ ഉണ്ടെങ്കിൽ ഈ നിലവിലുള്ള ഫേമിന്റെ ഡിസൊല്യൂഷൻ കമ്പൽസറി ആയിട്ടും നടക്കേണ്ടതാണ്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് ഫേം നടക്കുന്നതിനുള്ള മറ്റൊരു കാരണമാണ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ്. ഏതെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഡിസൊല്യൂഷൻ നടക്കേണ്ട ചില കണ്ടിൻജൻസീസ് ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ എന്തൊക്കെയാണ് കണ്ടിൻജൻസീസ് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ്. അപ്പോൾ ഇവിടെ പാർട്ണേഴ്സ് തമ്മിലുള്ള കോൺട്രാക്റ്റിന് വിധേയമായിട്ട് ചില സന്ദർഭങ്ങളിൽ ഡിസൊല്യൂഷൻ നടക്കാം. അപ്പം പാർട്ണേഴ്സ് തമ്മിൽ നേരത്തെ തന്നെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, കോൺട്രാക്റ്റ് ഉണ്ട്, ആ ഒരു പാർട്ണർഷിപ്പ് ഡീഡിന് വിധേയമായിട്ട്
ഈ തരത്തിലുള്ള ഏതെങ്കിലും കണ്ടിൻജൻസി ആകസ്മികമായിട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം നടക്കും. ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ ഫിക്സഡ് ടൈം ബൈ ദ എക്സ്പയറി ഓഫ് ദാറ്റ് ടൈം. ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേം ഒരു നിശ്ചിത കാലത്തേക്കാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, രൂപം കൊടുത്തിരിക്കുന്നതെങ്കിൽ, ബൈ ദി എക്സ്പയറി ഓഫ് ദാറ്റ് ടൈം, ആ ഒരു കാലയളവ് തീരുമ്പോൾ ആ ഫേം ഡിസൊല്യൂഷൻ നടക്കണം. ഒരു ഫിക്സഡ് കാലത്തേക്ക് വേണ്ടി ഒരു 5 വർഷത്തേക്കാണ് പാർട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 5 വർഷം പൂർത്തിയാകുമ്പോൾ എക്സ്പയറി ഓഫ് ദാറ്റ് ടൈം, ആ വർഷം പൂർത്തിയാകുമ്പോൾ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസൊല്യൂഷൻ നടക്കണം. ഇഫ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ക്യാരി ഔട്ട് 1 or more വെഞ്ചേഴ്സ് ബൈ ദ കംപ്ലീഷൻ ദെയർ ഓഫ്. ഏതെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ഫേം അത് പ്രത്യേക സംരംഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കംപ്ലീഷൻ കഴിയുമ്പോൾ, ബൈ ദ കംപ്ലീഷൻ ദെയർ ഓഫ്, ഇത്തരത്തിലുള്ള വെഞ്ചേഴ്സ് സംരംഭങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ അവിടെയും പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസൊല്യൂഷൻ നടക്കാം. ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ, ഏതെങ്കിലും ഒരു പാർട്ണർ മരിച്ചു കഴിഞ്ഞാൽ അവിടെയും വേണമെങ്കിൽ, അത് സബ്ജക്റ്റ് ടു ദി കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് തമ്മിലുള്ള കോൺട്രാക്റ്റിന് വിധേയമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, അത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തും പേയ്മെൻറ്റ് ഡിസൊല്യൂഷൻ വേണമെങ്കിൽ നടക്കാവുന്നതാണ്. ബൈ ദി അബ്ജുഡിക്കേഷൻ ഓഫ് എ പാർട്ണർ ആസ് ആൻ ഇൻസോൾവെൻറ്റ്, ഏതെങ്കിലും ഒരു പാർട്ണറെ ഇൻസോൾവെൻ്റ് ആയിട്ട് കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അബ്ജുഡിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വിധി വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അവിടെയും വേണമെങ്കിൽ സബ്ജക്റ്റ് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും വേണമെങ്കിൽ പേയ്മെൻറ്റ് ഡിസൊല്യൂഷൻ നടക്കാം. ദെൻ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് എന്ന് പറയുന്നതാണ് 4ാമത്തെ സാഹചര്യം. ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ, പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പാർട്ണർഷിപ്പാണ്. ഒരു ഫോം ഓഫ് പാർട്ണർഷിപ്പിൽ പാർട്ണർഷിപ്പ് അറ്റ് വില്ലാകാം, ലിമിറ്റഡ് പാർട്ണർഷിപ്പ് പോലെ പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്ന മറ്റൊരു പാർട്ണർഷിപ്പ് ഫോം ഉണ്ട്. ദ ഫേം അത്തരത്തിലുള്ള പാർട്ണർഷിപ്പ് ആണെങ്കിൽ, വില്ലെന്ന് ഉദ്ദേശിക്കുന്ന ആഗ്രഹം എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണർ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് പിരിഞ്ഞു പോകാം, ആ പാർട്ണർഷിപ്പ് ഫേം നമുക്ക് ഡിസൊല്യൂഷൻ നടത്താമെന്നുള്ളതാണ് പാർട്ണർഷിപ്പ് അറ്റ് വില്ലെന്ന് ഉദ്ദേശിക്കുക. ദ ഫേം മേ ബി ഡിസോൾവ്ഡ് ഇഫ് എനി വൺ ഓഫ് ദി പാർട്ണേഴ്സ് ഗീവ്സ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ദി അതർ പാർട്ണേഴ്സ്. പാർട്ണർഷിപ്പ് അറ്റ് വില്ലാണെങ്കിൽ, അത്തരത്തിലുള്ള പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ എഴുതി തയ്യാറാക്കിയ ഒരു നോട്ടീസ് ഈ ഫേം ഡിസൊല്യൂഷൻ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പാർട്ണേഴ്സിനെ കൊടുക്കുകയാണെങ്കിൽ, സിഗ്നിഫൈയിങ് ഹിസ് ഇൻറ്റൻഷൻ ഓഫ് സീക്കിംഗ് ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം അല്ലേ, ആ ഫേം ഡിസൊല്യൂഷൻ നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ, ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് എല്ലാ പാർട്ണേഴ്സിനും എഴുതി ഒരു നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ പേയ്മെൻറ്റ് ഡിസൊല്യൂഷൻ നടക്കേണ്ടതാണ്. ഇനി ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, ചില സന്ദർഭങ്ങളിൽ കോർട്ട് ഇടപെട്ടുകൊണ്ട് ആ പേയ്മെൻറ്റ് ഡിസൊല്യൂഷൻ നടത്തുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളാണ് കോർട്ട് നിശ്ചയിക്കുന്നത് ആ പാർട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ നടത്തേണ്ടതാണെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം. അറ്റ് ദി സ്യൂട്ട് ഓഫ് എ പാർട്ണർ ദ കോർട്ട് മേ ഓർഡർ എ പാർട്ണർഷിപ്പ് ഫേം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണർ ആ പാർട്ണർഷിപ്പ് ഫേമിനെതിരെ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ, സ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ, സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കേസ് ഫയൽ ചെയ്യുന്നതിനെയാണ്. ദ കോർട്ട് മേ ഓർഡർ എ പാർട്ണർഷിപ്പ് ഫേം ടു ബി ഡിസോൾവ്ഡ് ഓൺ എനി ഓഫ് ദി ഫോളോവിംഗ് ഗ്രൗണ്ട്സ്. താഴെ പറയുന്ന ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഡിസൊല്യൂഷൻ നടക്കാവുന്നതാണ്, കോടതി ഇടപെട്ടുകൊണ്ടുള്ള ഡിസൊല്യൂഷൻ നടക്കാവുന്നതാണ്. ഒന്ന്, വെൻ എ പാർട്ണർ ബിക്കംസ് ഇൻസെയിൻ, ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസെയിൻ ആവുകയാണ്. ഇൻസെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റലി പ്രോബ്ലംസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇൻസെയിൻ ആവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസെയിൻ ആവുകയാണെങ്കിൽ വേണമെങ്കിൽ കോടതിക്ക് ആ പേയ്മെൻറ്റ് ഡിസൊല്യൂഷൻ നടത്താൻ വേണ്ടി ഉത്തരവിടാം. വെൻ എ പാർട്ണർ ബിക്കംസ് പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ, ഏതെങ്കിലും ഒരു പാർട്ണർ സ്ഥിരമായിട്ട് ഒരു പാർട്ണർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇൻകേപ്പബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, ഇൻകേപ്പബിൾ ആവുകയാണെങ്കിൽ, കഴിവില്ലാതെ ആവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭത്തിലും കോടതിക്ക് വേണമെങ്കിൽ ഉത്തരവിടാവുന്നതാണ്. വെൻ എ പാർട്ണർ ഈസ് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട് വിച്ച് ഈസ് ലൈക്ലി ടു അഡ്വൈസ്ഫുള്ളി അഫക്റ്റ് ദ ബിസിനസ് ഓഫ് ദി ഫേം, ഏതെങ്കിലും ഒരു പാർട്ണർ എന്തെങ്കിലും ഒരു പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യത്തിന് കുറ്റക്കാരനായിട്ട് കാണപ്പെടുന്നു. വിച്ച് ഈസ് ലൈക്ലി ടു അഡ്വൈസ്ഫുള്ളി അഫക്റ്റ് ദ ബിസിനസ് ഓഫ് ദി ഫേം, അങ്ങനെയുള്ള പെരുമാറ്റ ദൂഷ്യം കൊണ്ട് ഇറ്റ് ഈസ് ലൈക്ലി, ഒരു സാധ്യതയുണ്ട്, ടു അഡ്വൈസ്ഫുള്ളി അഫക്റ്റ് ദ ബിസിനസ് ഓഫ് ദി ഫേം, ഫേമിൻ്റെ ബിസിനസ്സിനെ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നു, അഡ്വൈസ് ആയിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാർട്ണറുടെ മിസ്കണ്ടക്ട് കൊണ്ട് പേയ്മെൻറ്റ് ബിസിനസ്സിനെ അത് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും പേയ്മെൻറ്റ് ഡിസൊല്യൂഷൻ നടക്കാൻ വേണ്ടി കോടതി പറഞ്ഞേക്കാം. അടുത്തത്, വെൻ എ പാർട്ണർ പെർസിസ്റ്റൻ്റ്ലി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ണർ ബ്രീച്ച് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വയലേഷൻ നടത്തുന്നു, ലംഘിക്കുന്നു. കമ്മിറ്റ് എന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളതാണ്. ബ്രീച്ച് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, പാർട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ണർ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ സന്ദർഭത്തിലും കോടതിക്ക് വേണമെങ്കിൽ ഇടപെട്ട് ആ പേയ്മെൻറ്റ് ഡിസൊല്യൂഷൻ നടത്താം. ഇനി വെൻ എ പാർട്ണർ ഹാസ് ട്രാൻസ്ഫേർഡ് ദി ഹോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദി ഫേം ടു എ തേർഡ് പാർട്ടി, ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണർ അദ്ദേഹത്തിന് ആ സ്ഥാപനത്തിലുള്ള പാർട്ണർഷിപ്പ് ഫേമിലുള്ള എല്ലാ അവകാശങ്ങളും
മറ്റൊരു തേർഡ് പാർട്ടിക്ക് വേറൊരു ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും അവിടെ കോടതിക്ക് ഇടപെട്ടുകൊണ്ട് ഡിസൊല്യൂഷൻ നടത്താവുന്നതാണ്. വെൻ ദ ബിസിനസ് ഓഫ് ദി ഫേം കനോട്ട് ബി ക്യാരിഡ് ഓൺ എക്സെപ്റ്റ് അറ്റ് എ ലോസ്, ആ ബിസിനസ് ലോസിലല്ലാതെ നഷ്ടത്തിലല്ലാതെ മുന്നോട്ട് പോകുകയില്ല എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന പക്ഷം. വെൻ ദ ബിസിനസ് ഓഫ് ദി ഫേം കനോട്ട് ബി ക്യാരിഡ് ഓൺ, അത് തുടരാൻ സാധിക്കുകയില്ല, എക്സെപ്റ്റ് അറ്റ് എ ലോസ്, അത് നഷ്ടത്തിൽ അല്ലാതെ ആ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കോടതിക്ക് ബോധ്യമാണെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് അടച്ചുപൂട്ടാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടേക്കാം. വെൻ ഓൺ എനി ഗ്രൗണ്ട്, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ദ കോർട്ട് റിഗാർഡ്സ് ഡിസൊല്യൂഷൻ ടു ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ, ആ ഫേം ഡിസൊല്യൂഷൻ നടക്കുന്നതാണ് നീതിയുക്തം, ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ എന്ന് കോടതിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ. വെൻ ഓൺ എനി ഗ്രൗണ്ട്, നമ്മൾ ഈ പറയാത്ത ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടോ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടോ ദ കോർട്ട് റിഗാർഡ്സ് ഡിസൊല്യൂഷൻ ടു ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ, ആ സ്ഥാപനം അടച്ചുപൂട്ടുന്നതാണ് ന്യായവും യുക്തവുമെന്ന് കോടതി കരുതുകയാണെങ്കിൽ ആ സന്ദർഭത്തിലും കോടതിക്ക് വേണമെങ്കിൽ ഉത്തരവിടാം ആ ഫേമിൻ്റെ ഡിസൊല്യൂഷൻ നടക്കുന്നതിന് വേണ്ടി. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷനും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിന് ബേസിസ്, ഏത് ബേസിസിലാണ് നമ്മൾ അതിനെ വ്യത്യാസം കാണുന്നത്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞ് അങ്ങനെ 3 കോളം ഹെഡിങ്സ് കൊടുക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് നമുക്കത് പഠിച്ചെടുക്കാം. ഒന്ന്, ടെർമിനേഷൻ ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ ടെർമിനേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഇല്ലാണ്ടാവുക, ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസമായിട്ട് ആദ്യം നമ്മൾ പറയുക. ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്, അതായത് പാർട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷനാണ് നടക്കുന്നതെങ്കിൽ അവിടെ ബിസിനസ് നിന്ന് പോകുന്നില്ല അല്ലേ, ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് നിന്ന് പോകുന്നില്ല. ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ചെയ്താലും അഡ്മിറ്റ് ചെയ്താലും എല്ലാം ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ ഡിസൊല്യൂഷനാണ് നടക്കുന്നതെങ്കിൽ ആ ബിസിനസ്സിൻ്റെ, ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കംപ്ലീറ്റ് ക്ലോഷറാണ് നടക്കുന്നത്, പൂർണ്ണമായിട്ടും ആ ബിസിനസ് അടച്ചുപൂട്ടാണ് അല്ലേ. അതുകൊണ്ട് ആ ഫേമിൻ്റെ ബിസിനസ്സും ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബിസിനസ് ഓഫ് ദി ഫേം ഈസ് ക്ലോസ്ഡ്. ഇവിടെ ബിസിനസ് തുടരുന്നു, പക്ഷേ ഇവിടെ ബിസിനസ് മൊത്തത്തിൽ ക്ലോസ് ചെയ്യുന്നു അല്ലേ. ഇനി സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്, അസറ്റ്സും ലൈബിലിറ്റീസും സെറ്റിൽ ചെയ്യുന്ന കേസ് എങ്ങനെയാണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ അസറ്റ്സും ലൈബിലിറ്റീസും, അസറ്റ്സ് വിൽക്കുകയോ ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലേ. ഏതെങ്കിലും ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മളതിനെ റീവാല്യൂ ചെയ്യും മാത്രമാണ് ചെയ്യുന്നത്. അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് ഈസ് ഡ്രോൺ. അതിനുശേഷം നമ്മൾ പുതിയൊരു ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കുകയും ചെയ്യുന്നു. അസറ്റ്സും ലൈബിലിറ്റീസും റീവാല്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അതിൻ്റെ വില പുനർനിർണ്ണയം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് കൊടുക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ അസറ്റ്സ് ആർ സോൾഡ്, നിലവിലുള്ള അസറ്റുകളെല്ലാം വിൽക്കുകയാണ്. ആൻഡ് ലൈബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്, ഏതെങ്കിലും ലൈബിലിറ്റി കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കുകയും ചെയ്യണം. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ അതാണ് കാരണം, നിലവിലുള്ള ബിസിനസ് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അസറ്റ്സ് എല്ലാം വിൽക്കുകയും ലൈബിലിറ്റീസ് എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കുകയും ചെയ്യണം. ഇനി കോർട്ട്സ് ഇൻ്റർവെൻഷൻ, കോർട്ടിൻ്റെ ഇടപെടൽ. ഇൻ്റർവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപെടൽ എന്നാണ് അർത്ഥം. അപ്പോൾ കോർട്ടിൻ്റെ ഇടപെടൽ, ഇൻ്റർവെൻഷൻ. അപ്പോൾ കോർട്ട് ഇൻ്റർവെൻഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉണ്ടാകാം? കോർട്ട് ഡസ് നോട്ട് ഇൻ്റർവീൻ ബിക്കോസ് പാർട്ണർഷിപ്പ് ഈസ് ഡിസോൾവ്ഡ് ബൈ മ്യൂച്വൽ അഗ്രിമെൻറ്റ്. ഇവിടെ പാർട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷനാണ് നടക്കുന്നുള്ളൂ, അവർ തമ്മിലുള്ള എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണ് മാറ്റം വരുന്നുള്ളൂ, അത് അവർ തമ്മിലുള്ള മ്യൂച്വൽ അഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കോർട്ട് ഡസ് നോട്ട് ഇൻ്റർവീൻ, സാധാരണഗതിയിൽ കോർട്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ വരുമ്പോൾ എ ഫേം ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ ദ കോർട്ട്സ് ഓർഡർ. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ പല കാരണങ്ങളും സാഹചര്യങ്ങളും നമ്മൾ പഠിച്ചതിൽ ഒരു കാരണമായിരുന്നു കോർട്ടിൻ്റെ ഓർഡർ പോലെ അല്ലെങ്കിൽ കോർട്ടിൻ്റെ ഇൻ്റർവെൻഷനിലൂടെ കോടതി മുഖാന്തരമുള്ള ഫേമിൻ്റെ ഡിസൊല്യൂഷൻ അല്ലേ. അപ്പോൾ ഫേമിൻ്റെ ഡിസൊല്യൂഷനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കോർട്ടിൻ്റെ ഓർഡർ ആകാവുന്നതാണ്. അടുത്ത എക്കണോമിക് റിലേഷൻഷിപ്പ്. എക്കണോമിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് കണ്ടിന്യൂസ് തോ ഇൻ എ ചേഞ്ച്ഡ് ഫോം. എക്കണോമിക് റിലേഷൻഷിപ്പ്, പാർട്ണേഴ്സ് തമ്മിലുള്ള എക്കണോമിക് റിലേഷൻഷിപ്പ് ഇവിടെ തുടരുന്നുണ്ട്. തോ ഇൻ എ ചേഞ്ച്ഡ് ഫോം, ഒരല്പം മാറി അല്ലെങ്കിൽ മാറ്റം വന്ന പുതിയ ഒരു പാർട്ണർഷിപ്പ് റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇവിടെ അത് തുടരുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് കംസ് ടു ആൻ എൻഡ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ഇവിടെ എക്കണോമിക് റിലേഷൻഷിപ്പ്, അവിടെ പാർട്ണേഴ്സ് തമ്മിൽ പിന്നെ എക്കണോമിക്കലായിട്ടുള്ള പാർട്ണർഷിപ്പിൻ്റെ ബേസിലുള്ള യാതൊരു വിധത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല, അതെല്ലാം അവസാനിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടും ഫേം അടച്ചുപൂട്ടുകയാണ് അല്ലേ. ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് കംസ് ടു ആൻ എൻഡ്, അത് അവസാനിക്കുകയാണ്, ഫിനിഷ് ചെയ്യുന്നു. അടുത്തത് ക്ലോഷർ ഓഫ് ബുക്സ് ആണ്. ബുക്സ് ക്ലോസ് ചെയ്യുന്നുണ്ടോന്നില്ലാണ്. ബുക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്, അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് മറ്റു അക്കൗണ്ടുകളെല്ലാം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഡസ് നോട്ട് റിക്വയർ ബിക്കോസ് ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ബിസിനസ് അവസാനിക്കാത്തത് കൊണ്ട് ബുക്സ് മുഴുവനായിട്ടും ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല.
മുഴുവനായിട്ടും ക്ലോഷർ എല്ലാം നമ്മൾ റീവാല്യൂ ചെയ്താൽ മാത്രം മതി. അതെല്ലാം വിൽക്കുകയോ അവസാനിപ്പിക്കുകയോ ബുക്കെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആർ ക്ലോസ്ഡ്. ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ നമ്മുടെ ഡിസൊല്യൂഷൻ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രോബ്ലങ്ങളിൽ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടുകളും നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതാണ്. ക്യാപിറ്റൽ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ടും അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അത് വരച്ച് അത് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതാണ്. പുതിയൊരു ബാലൻസ് ഷീറ്റ് പിന്നീട് ഉണ്ടാവുകയില്ല. കാരണം ആ ഫേം അവസാനിക്കുകയാണ് അല്ലേ. ബാലൻസ് ഷീറ്റിൽ ഒന്നും ഉണ്ടാവുകയില്ല, ഐറ്റംസ് ഒന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ അസറ്റ്സ് എല്ലാം വിൽക്കുകയാണ്, ലയബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ, ഓർത്തിരിക്കുക. അടുത്ത അതർ ഡിസൊല്യൂഷനിൽ നോക്കുക. ഇറ്റ് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് ദി പാർട്ണർഷിപ്പിൽ വേണമെങ്കിൽ അത് ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേമിലേക്ക് അത് മാറാവുന്നതാണ് അല്ലേ. ഒരു പാർട്ണർ മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ പരാതിപ്പെടുകയാണെങ്കിൽ കോടതി ഇടപെട്ടോ മറ്റോ വേണമെങ്കിൽ അത് ഫേമിൻ്റെ ഡിസൊല്യൂഷനിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇതിട്ട് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം. ഒന്നെങ്കിൽ അത് ഫേമിൻ്റെ ഡിസൊല്യൂഷനിലേക്ക് ആകാവുന്നതാണ്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ മാത്രമായിട്ടും നിൽക്കാവുന്നതാണ് അല്ലേ. പക്ഷേ ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് നെസസറിലി ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്നുണ്ട്. പാർട്ണർഷിപ്പ് ഫേം തന്നെ ഡിസൊല്യൂഷൻ നടക്കുകയാണ്. മൊത്തത്തിൽ ആ ബിസിനസ് മൊത്തം അടച്ച് പൂട്ടുകയാണ്. കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ബിസിനസ് ആണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലേക്ക് പോകാം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്? പ്രധാനമായിട്ടും നമുക്ക് ഡിസൊല്യൂഷനിൽ തയ്യാറാക്കേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. നമ്മൾ പാർട്ണർഷിപ്പിന്റെ അഡ്മിഷനിലും റിട്ടയർമെന്റിലും ഡെത്തിലും നമ്മൾ തയ്യാറാക്കിയ അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ആയിരുന്നു അല്ലേ. റീവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും തമ്മിൽ മാറിപ്പോകരുത്. റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് പാർട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷൻ നടക്കുമ്പോഴാണ്. പാർട്ണർഷിപ്പിന്റെ അല്ല, പാർട്ണർഷിപ്പ് ഫേമിന്റെ മൊത്തത്തിലുള്ള കംപ്ലീറ്റ് അടച്ചുപൂട്ടുമ്പോഴാണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് കൂടാതെ നമ്മൾ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ആ ക്യാപിറ്റൽ അക്കൗണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്. പാർട്ണേഴ്സിന് എന്തെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അത് പാർട്ണേഴ്സിന് കൊടുത്തു തീർക്കുന്നു. പാർട്ണേഴ്സ് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നതായിട്ട് കാണിച്ച് പാർട്ണർഷിപ്പിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കുന്നു. അവിടെ നമ്മളത് ടാലി ആയിട്ട്, ബാലൻസ് ഷീറ്റിന് പകരം ടാലി ആയിട്ട് കിട്ടേണ്ടത് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ആണ്. കാരണം ബാലൻസ് ഷീറ്റ് ഇല്ല, ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ട ആവശ്യം ഡിസൊല്യൂഷനിൽ വരുന്നില്ല. പകരം നമുക്ക് തയ്യാറാക്കേണ്ട എന്തൊക്കെയാണ്? റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം, പിന്നെ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് വഴിയാണ് പേയ്മെന്റ് നടക്കുന്നതെങ്കിൽ, ക്യാഷ് സ്വീകരിക്കുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് അക്കൗണ്ട്. അത് നിലവിലുള്ള ബാലൻസ് ഷീറ്റ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ നമുക്കത് തയ്യാറാക്കുന്നതാണ്. ചിലപ്പോൾ പിന്നെ അതുകൂടാതെ നമുക്ക് പാർട്ണേഴ്സ് ലോൺ പോലെയുള്ള ചെറിയ അക്കൗണ്ടുകളും ചിലപ്പോൾ തയ്യാറാക്കേണ്ടത് വന്നേക്കാം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. വെൻ ദ ഫേം ഈസ് ഡിസോൾവ്ഡ്, ഒരു ഫേം ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ ഇറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആർ ടു ബി ക്ലോസ്ഡ്. അതിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകളെല്ലാം തമ്മിൽ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് റൈസിംഗ് ഓൺ റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് അസറ്റ്സ്, അസറ്റ്സിന്റെ റിയലൈസേഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് ലൈബിലിറ്റീസ് കൊടുത്തു തീർത്തതിന് ശേഷവും അസറ്റിന്റെ റിയലൈസേഷൻ, അസറ്റ് വിറ്റതിന് ശേഷവും. അപ്പോൾ ഇതിന്റെ മീനിങ് മനസ്സിലാക്കിയിരിക്കണം. അസറ്റ് റിയലൈസ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അസറ്റ് വിറ്റ് ക്യാഷ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഡിസ്ചാർജ് ഓഫ് ലൈബിലിറ്റീസിന്റെ അർത്ഥം എന്താണ്? ലൈബിലിറ്റീസ്, ബാധ്യതകൾ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ഓർ ലോസ്, ഒന്നുകിൽ പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാവും. അപ്പോൾ അത് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നതാണ് ഈ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അസറ്റ് റിയലൈസ് ചെയ്തതിനു ശേഷം ലൈബിലിറ്റി എല്ലാം കൊടുത്തതിനു ശേഷം ബാക്കി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന, പേയ്മെന്റ് ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഫോർ ദിസ് പർപ്പസ് എ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. അതിനുവേണ്ടിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോൾഡ് ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഒറ്റ സെന്റൻസിൽ പറയാവുന്നതാണ്. എ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദ നെറ്റ് എഫക്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ ലോസ്. നെറ്റ് എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളതാണ്. ഓഫ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റീസ് വിച്ച് മേ ബി if transferred to partners capital accounts. which if transferred to, അങ്ങനെ which may be എന്ന് വേണ്ട, which if transferred to partners capital accounts in their profit sharing ratio. അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് എഫക്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റീസ്. അല്ലേ, ഡിസൊല്യൂഷൻ ഓഫ് പേയ്മെന്റ് സമയത്ത് ലൈബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർക്കുകയും അസറ്റ് എല്ലാം റിയലൈസ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഈ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും വിച്ച് മേ ബി ട്രാൻസ്ഫേർഡ് ടു,
അത് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് ട്രാൻസ്ഫർ ചെയ്യേണ്ട റേഷ്യോ ഏതാണ്? നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഹെൻസ് ഓൾ അസറ്റ്സ് അതർ ദാൻ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് ബാലൻസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, എല്ലാ അസറ്റുകളും നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അവിടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടാത്ത അസറ്റുകളുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അതർ ദാൻ ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് ബാലൻസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഇവിടെ നോക്കുക, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലേക്ക്, ബാങ്ക് ബാലൻസ് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. പിന്നീട് നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാത്ത ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രിലിമിനറി എക്സ്പെൻസ്, പിന്നെ ഹെവി അഡ്വർടൈസ്മെന്റ്, അതുപോലുള്ള ചില ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ട് അല്ലേ. ഫോർ ടെക്നിക്കൽ റീഫണ്ട് നമ്മളത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി അത് ഡെബിറ്റ് സൈഡിൽ എഴുതിക്കൊണ്ട് അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ട കാര്യങ്ങളാണ് അല്ലേ. അതിനെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്നാണ് പറയുന്നത്. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് ബാലൻസും നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അതാത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ബാക്കി എല്ലാ അസറ്റുകളും അതിന്റെ ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ആൻഡ് ഓൾ എക്സ്റ്റേണൽ ലൈബിലിറ്റീസ്, എല്ലാ എക്സ്റ്റേണൽ ലൈബിലിറ്റീസും അതും റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇറ്റ് ഓൾസോ റെക്കോർഡ്സ് ദ സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിൽക്കുമ്പോൾ എന്തെങ്കിലും ക്യാഷ് കിട്ടുന്നുണ്ട് അത് റിയലൈസേഷൻ അക്കൗണ്ട് എഴുതേണ്ടതാണ്. റിവാലുവേഷൻ അക്കൗണ്ട് അല്ല, റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റീസ് ആൻഡ് റിയലൈസേഷൻ എക്സ്പെൻസ്, ലൈബിലിറ്റീസ് പിന്നെ പേയ്മെന്റ്, റിയലൈസേഷൻ എക്സ്പെൻസ്, റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന രീതിയിൽ അത് നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഫോർമാറ്റ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്, എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോക്കാം. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിസൊല്യൂഷനിൽ റിയലൈസേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് വരാവുന്നതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ജേണൽ എൻട്രീസ് അല്പം ലെങ്തിയാണ്, കൂടുതലുണ്ട്, ഐറ്റംസ് കൂടുതലുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പോൾ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ജേണൽ എൻട്രി അനുസരിച്ചാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഡിസൊല്യൂഷൻ നടക്കുകയാണെങ്കിൽ, പേയ്മെന്റ് ഡിസൊല്യൂഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അസറ്റ്സുകളെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അസറ്റ്സ് എല്ലാം ബുക്ക് വാല്യൂവിൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് അസറ്റ്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇൻഡിവിജ്വലി, മുഴുവൻ കൂട്ടി എഴുതാൻ പാടില്ല, ഓരോന്നോരോന്നായിട്ട് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇൻഡിവിജ്വലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ അസറ്റ്സ് ഏതൊക്കെ വരാം? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരാം, പ്ലാന്റ് ആൻഡ് മെഷീനറി വരാം, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് വരാം, ബിൽസ് റിസീവബിൾ വരാം, ഫണ്ട്രി ഡെപ്റ്റേഴ്സ് വരാം. അപ്പോൾ ഇതുപോലുള്ള എല്ലാ അസറ്റ്സുകളും ഫിക്റ്റീഷ്യസ് അസറ്റ്സും ക്യാഷും ബാങ്കും ഒഴികെ അതെടുക്കാൻ പാടില്ല. ബാക്കി എല്ലാ അസറ്റ്സുകളും അതിൻ്റെ തന്നിരിക്കുന്ന വാല്യൂവിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കി എല്ലാ ലൈബിലിറ്റീസും ക്രെഡിറ്റ് സൈഡിലേക്ക്, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഈ അസറ്റ്സുകളെല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ ക്ലോസ് ചെയ്യുകയാണ്. അസറ്റുകൾ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് ലൈബിലിറ്റീസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. ഫണ്ട് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെബ്റ്റ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെബ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഫണ്ട്രി ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫണ്ട്രി ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് എഴുതുമ്പോൾ അതിന്റെ ഫുൾ വാല്യൂ, ഇപ്പോൾ ക്വസ്റ്റ്യനുള്ള ബാലൻസ് ഷീറ്റിൽ ഫണ്ട്രി ഡെപ്റ്റേഴ്സ് 10,000 രൂപയെന്നും 500 രൂപ പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെബ്റ്റ്സ് കുറച്ചാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഫണ്ട്രി ഡെപ്റ്റേഴ്സിന്റെ ഫുൾ വാല്യൂ നമ്മൾ ഇവിടെ കാണിക്കണം. 10,000 ഇവിടെ കാണിക്കണം. ബാക്കി പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെബ്റ്റ്സ് ലയബിലിറ്റി ആയിട്ട് കണക്കാക്കി അത് 500 രൂപ നമ്മൾ ഇങ്ങോട്ട് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തോണം പ്രോബ്ലം ചെയ്യുമ്പോൾ. ഞാൻ ജേണൽ എൻട്രി പറയുമ്പോൾ ഒന്നുകൂടെ പറയാം. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് ക്യാഷ് ഓർ ബാങ്ക് എന്ന പേരിൽ വരാം, ഒരു ഐറ്റം വരാം. അതായത് അസറ്റ് വിൽക്കുമ്പോഴാണ് ക്യാഷ് ഓർ ബാങ്ക് വരിക. നമ്മൾ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല. ഇത് പകരം നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ് വിറ്റതായിട്ട് നിങ്ങൾക്ക് പറയുകയാണ്, അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപയ്ക്കാണ് വിറ്റത്, അതൊന്നെങ്കിൽ ബാങ്ക് വഴിയാണെങ്കിൽ ക്യാഷ് വഴിയാകും. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്നാണ് ബാലൻസ് ഷീറ്റ് ഐറ്റം കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് വഴിയാക്കാം. അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്നാണ് ബാലൻസ് ഷീറ്റിൽ ഉള്ളതെങ്കിൽ, ഓൾറെഡി ഉള്ളതെങ്കിൽ നമുക്കത് ക്യാഷ് എന്ന് എഴുതാം. ക്യാഷ് ഓർ ബാങ്ക് എഴുതാം എന്നാണ്. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ സെയിൽ ഓഫ് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ ആണ് ജേണൽ എൻട്രി വരിക. അപ്പോൾ ജേണൽ എൻട്രി പറയുമ്പോൾ ഒന്നുകൂടെ പറയുന്നതാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ക്യാഷിനെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് രണ്ടിൽ ഏതെങ്കിലും ഒരു പേരിൽ നമുക്കതിനെ
ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സെയിൽ ഓഫ് അസറ്റ് വിൽക്കുമ്പോൾ ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ഫയലിൽ വരുന്നത് ക്യാഷ്, വരുമാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം നമ്മൾ ഇവിടെയാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കേണ്ടതാണ് അല്ലേ. കാരണം ഇവിടെയാണ് വരുമാനം വന്നിരിക്കുന്നത്. ഇവിടെ അസറ്റ് എഴുതുകയും ഇവിടെ ലൈബിലിറ്റി എഴുതുകയും ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡിഫറൻസ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഇവിടെ എഴുതേണ്ട ഐറ്റം ഇതാണ്. ഇനി അടുത്തത് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും വരാം. എപ്പോഴാണ്? പേയ്മെൻറ്റ് ഓഫ് ലൈബിലിറ്റീസ്. ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കുമ്പോൾ എവിടെ എഴുതണം? അത് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ഫയൽ എഴുതണം അല്ലേ. എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ റൂൾ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓർത്തിരിക്കാവുന്നതാണ്. ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കുമ്പോൾ നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. വരുമാനം ഇവിടെ നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പോൾ ക്യാഷ്, ബാങ്ക് നമ്മളിവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് ബ്രാക്കറ്റിൽ കാണിക്കുക. ലൈബിലിറ്റി ഏത് ലൈബിലിറ്റിയാണ് നമ്മൾ കൊടുത്തത് എന്നുള്ളത് ബ്രാക്കറ്റിൽ കാണിക്കുക. ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് അസറ്റ് വിറ്റിട്ട് കിട്ടിയതാണ് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലൈബിലിറ്റി കൊടുത്തു തീർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ ജേണൽ എൻട്രി എഴുതിയാണ്. ഇതുവരെ നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത ലൈബിലിറ്റി ആണെങ്കിലും ആ ലൈബിലിറ്റി കൊടുത്തു തീർത്താലും നിലവിലുള്ള ലൈബിലിറ്റി കൊടുത്തു തീർത്താലും ജേണൽ എൻട്രി ഒന്ന് തന്നെയാണ്. അത് നമുക്കത് എളുപ്പത്തിൽ അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഇവിടെ അസറ്റിൻ്റെ കേസിലും അങ്ങനെയാണ്. നിലവിലുള്ള ഒരു അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇതുവരെയും റെക്കോർഡ് ചെയ്യാത്ത ഒരു അസറ്റ്, അൺറെക്കോർഡ് ആയിട്ടുള്ള ഒരു അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടിയാലും ജേണൽ എൻട്രി എഴുതേണ്ടത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ ആണ്. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏതെങ്കിലും ഒരു പാർട്ണർ, അതിപ്പോൾ ഒരു പർട്ടിക്കുലർ കേസ് വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ലൈബിലിറ്റി പാർട്ണർ ഏറ്റെടുത്താലാണ്. പേയ്മെന്റ് കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റി പാർട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ, പാർട്ണർ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ, ലൈബിലിറ്റീസ് അസ്യൂംഡ് ബൈ ദ പാർട്ണർ. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണർ പേയ്മെൻറ്റ് ലൈബിലിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ആ പാർട്ണറുടെ പേരിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന പാർട്ണർ ആണെങ്കിൽ എയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ എയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അല്ലേ. ഇപ്പോൾ ഇയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രിയിൽ ഡെബിറ്റും ക്രെഡിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് അല്ലേ. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊണ്ട് ആ പർട്ടിക്കുലർ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിയലൈസേഷൻ അക്കൗണ്ടിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അത്രയും ക്യാപിറ്റൽ അദ്ദേഹത്തിന് കൂടുതൽ കിട്ടാൻ അർഹതയുള്ളതായിട്ട് കരുതുകയും ചെയ്യും. കാരണം പേയ്മെൻറ്റ് വേണ്ടി ഒരു ലൈബിലിറ്റി അദ്ദേഹം ഏറ്റെടുത്താണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് അത് ക്യാപിറ്റൽ അത്രയും തവണ അത്രയും കണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ കൂടേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വരാം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ വരാം. അപ്പോൾ ഏതെങ്കിലും ഒരു അസറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഒരു പാർട്ണർ പേയ്മെൻറ്റ് ഒരു അസറ്റ് പാർട്ണർ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു 5,000 റുപ്പീസിൻ്റെ വാല്യൂ ഉള്ള ഒരു ഫർണിച്ചർ ഒരു പാർട്ണർ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് അത്രയും തുക കുറയുന്നു. കാരണം അദ്ദേഹം നമ്മുടെ പേയ്മെൻറ്റ് മൊത്തത്തിലുള്ള എല്ലാവരുടെയും കൂടി ഒരു അസറ്റ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടല്ലേ. അദ്ദേഹം അസറ്റ് ഏറ്റെടുത്തു, അസറ്റ് അദ്ദേഹം കൊണ്ടുപോയതുകൊണ്ട് അത്രയും തുക അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കുറയും. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വേണം നിങ്ങളിത് ഓർത്ത് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടി. ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കാവുന്നതാണ്. റിയലൈസേഷൻ അക്കൗണ്ട് രണ്ട് സൈഡും കൂട്ടി നോക്കുക. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ്, കുറവുള്ള സൈഡിൽ പ്രോഫിറ്റ് ഉണ്ടാവും. ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ABC 3 പാർട്ണേഴ്സ് ആണെങ്കിൽ ഇവിടെ വെച്ച് ABC എന്ന് തിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർക്ക് ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ സൈഡാണ് കൂടുതലെങ്കിൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ലോസ് ഉണ്ടാവും. ട്രാൻസ്ഫേർഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ലോസ് എന്ന് വരില്ല. ഇവിടെ എഴുതിയതിനു ശേഷം റിവാല്യൂഷൻ ലോസ് എന്ന് എഴുതിയതിനു ശേഷം നമുക്കത് ട്രാൻസ്ഫേർഡ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ണേഴ്സിൻ്റെ പേര് എഴുതി ആ ലോസ് ഡിവൈഡ് ചെയ്ത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരിക. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഏകദേശം എങ്ങനെയാണെന്നുള്ള ജേണൽ എൻട്രി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കതിന് കൃത്യമായിട്ടുള്ള ജേണൽ എൻട്രികളും പഠിക്കേണ്ടതുണ്ട്. നോക്കാം. ജേണൽ എൻട്രീസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ റീവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട്, നമ്മളിപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടും പഠിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് അക്കൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്നോട് പഠിച്ചിരിക്കണം. പല എക്സാമിലും അത് ചോദിക്കാറുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് രണ്ടും ഫോക്കസ് ഏരിയ പോയിന്റുകൾ തന്നെയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളോട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി.
ഒന്ന് റീവാലുവേഷൻ അക്കൗണ്ട് നോക്കുക. പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഏത് സമയത്താണ് ഈ അക്കൗണ്ട് തയ്യാറാക്കുന്നത്? റീവാലുവേഷൻ അക്കൗണ്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറുടെ അഡ്മിഷൻ, റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത് ഇവ സംഭവിക്കുമ്പോഴാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ആണെങ്കിൽ പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. അല്ലെ, പാർട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷൻ നടക്കുമ്പോഴാണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് അങ്ങനെ കണ്ടു അല്ലെ, ഈ ചാപ്റ്ററിലാണ് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷൻ നടക്കുമ്പോഴാണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. അടുത്ത പ്രിപ്പയർഡ് ടു ഷോ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദ റിവൈസ്ഡ് വാല്യൂസ്. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സും ലയബിലിറ്റീസും അതിന്റെ റിവൈസ്ഡ് വാല്യൂ, പുനർമൂല്യനിർണ്ണയമാണ് നമ്മൾ നടത്തുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ പുതിയ വാല്യൂയിലാണത് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് അറൈസിംഗ് ദെയർ ഫ്രം. അങ്ങനെ റീവാല്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാവുന്നത് അറിയുന്നതിന് വേണ്ടിയാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. പക്ഷേ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് വരുമ്പോൾ ഇറ്റ് പ്രിപ്പയർഡ് ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദി സെയിൽ ഓഫ് അസറ്റ്സ്. ഇവിടെ അസറ്റ്സ് എല്ലാം വിൽക്കുകയാണ്. ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർക്കുകയാണ്. അപ്പോൾ അസറ്റ്സ് കൊടുക്കുകയും അല്ലെങ്കിൽ റിയലൈസേഷൻ ഓഫ് അസറ്റ്സിന്റെ വിൽപ്പന, ഓർ ഡിസ്ചാർജ് ഓഫ് ലൈബിലിറ്റീസ് ഓർ പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കുകയും ചെയ്തതിനു ശേഷം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഓൺലി ദ ചേഞ്ച് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ചേഞ്ച് ഇൻ ഇൻക്രീസ് ഓർ ചേഞ്ച്ഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ അതിന്റെ ചേഞ്ച് മാത്രമേ നമ്മളിവിടെ രേഖപ്പെടുന്നുള്ളൂ. ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റെക്കോർഡഡ്. അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഇൻക്രീസ് ഓർ ഡിക്രീസ്, എത്രയാണോ കുറവ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ കൂടിയിരിക്കുന്നത് അത് മാത്രമേ നമ്മൾ രേഖപ്പെടുത്തുന്നുള്ളൂ അല്ലേ. ഈ ഒരു ബ്രാക്കറ്റിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഓൺലി ദ ചേഞ്ച് ഇൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റെക്കോർഡഡ്. ഇവിടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ഷോൺ അറ്റ് ദി ബുക്ക് വാല്യൂ. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അസറ്റ്സ് ആണെങ്കിലും ലയബിലിറ്റീസ് ആണെങ്കിലും നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ എത്രയാണോ തന്നിരിക്കുന്നത്, വാല്യൂ എത്രയാണോ തന്നിരിക്കുന്നത്, അതാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു വാല്യൂയിലാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്തത് ക്ലോസ് ചെയ്യുന്നത്. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൽ നോ എക്സ്പെൻസസ് ആർ ഷോൺ. റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ പ്രത്യേകിച്ച് എക്സ്പെൻസുകളൊന്നും കാണിക്കുന്നില്ല അല്ലേ. അസറ്റ്സും ലയബിലിറ്റീസും കൂടുക കുറയുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് നമുക്ക് കാണിക്കേണ്ടതുണ്ട്. റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. ദെൻ ഫേം കണ്ടിന്യൂസ് ടു ഈവൻ ആഫ്റ്റർ ഇറ്റ്സ് പ്രിപ്പറേഷൻ. ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷം ഫേം തുടരുകയാണ് അല്ലേ. പാർട്ണർഷിപ്പ് ഫേം അടച്ചുപൂട്ടുന്നില്ല, അതിന്റെ ബിസിനസ് തുടരുകയാണ്. പക്ഷേ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചാൽ പിന്നെ ഫേം ഈസ് ഡിസോൾവ്ഡ്. അതുവഴി ഫേമിന്റെ ഡിസൊല്യൂഷൻ നടക്കുകയാണ് ആഫ്റ്റർ ഇറ്റ്സ് പ്രിപ്പറേഷൻ. റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഫേമിന്റെ ഡിസൊല്യൂഷനും നടക്കുന്നു. ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ടും റീവാലുവേഷൻ അക്കൗണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ. അത് നിങ്ങൾ ഓർത്ത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ജേണൽ എൻട്രീസ് നമുക്ക് പഠിച്ചു വെക്കാം. അത് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ മസ്റ്റായിട്ടും ഈ ജേണൽ എൻട്രീസ് അറിഞ്ഞിരിക്കണം. ഒപ്പം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് അതൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ജേണൽ എൻട്രി അറിയാമെങ്കിലാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ജേണൽ എൻട്രീസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഓരോന്നായിട്ടുള്ള നമുക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ റിയലൈസേഷൻ അക്കൗണ്ട് അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അത്തരം കാര്യങ്ങൾ ഇതിനകത്ത് വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ സംശയമുള്ളവർ അത് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഫോർ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, ആദ്യം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അസറ്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അസറ്റ്സ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. എക്സ്ക്ലൂഡിങ് ക്യാഷ്, ബാങ്ക് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഏതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ്, ബാങ്ക് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഞാനൊന്ന് പറഞ്ഞതാണ്. അത് മാത്രം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബാക്കി എല്ലാ അസറ്റ്സും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണെന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് വരുന്നത് കൊണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ്സ് എന്നാണ് എഴുതുക അല്ലേ. അസറ്റ്സ് ഇൻഡിവിജ്വലി ഓരോ അസറ്റ്സ് ആയിട്ടും റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നു. ടു ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ടു ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ടു മെഷീനറി, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ജേണൽ എൻട്രി ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം അല്ലേ. അങ്ങനെയാണ് നമ്മൾ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ഈ അസറ്റ്സ് വരുന്നു. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫണ്ട് ഡെപ്റ്റേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് അറ്റ് ഗ്രോസ് വാല്യൂ. ഫണ്ട് ഡെപ്റ്റേഴ്സ് അതിൻ്റെ മുഴുവൻ വാല്യൂയിലും ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോസ് വാല്യൂയിലും മുഴുവൻ വാല്യൂയിലും, അതായത് പ്രൊവിഷൻ കുറച്ചതിന് ശേഷമുള്ള, പ്രൊവിഷൻ ഫോർ
ഡൗട്ട്ഫുൾ ഡെപ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് അല്ല ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, മുഴുവൻ എമൗണ്ട് ആണ്. അതാണ് ഗ്രോസ് വാല്യൂ എന്ന് പറയുന്നത്. പ്രൊവിഷൻ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. അത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സാധാരണ ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലേക്കാണ്. അതുപോലെ എലോങ് വിത്ത് അതർ ലൈബിലിറ്റീസ്, മറ്റ് ലൈബിലിറ്റീസിന്റെ ഒപ്പം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. ഇനി അതർ പ്രൊവിഷൻസ് ലൈക്ക്, മറ്റ് പ്രൊവിഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ PRO എന്ന് കൊടുക്കുക. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ജോയിന്റ് ലൈഫ് പോളിസി റിസർവ്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ജോയിന്റ് ലൈഫ് പോളിസി റിസർവ് തന്നിട്ടുണ്ടെങ്കിൽ, കണ്ടിൻജൻസി റിസർവ് തന്നിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലായിരിക്കും കിടക്കുക. ഇതുപോലുള്ള പ്രൊവിഷൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് തന്നിട്ടുണ്ടെങ്കിൽ, എക്സെട്രാ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. അതും നമ്മൾ സാധാരണ ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ, ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ നമ്മളിവിടെ പറയാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ, റിസർവുകൾ, പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അത് റിസർവ് എന്ന് പറയുമ്പോൾ ജോയിന്റ് ലൈഫ് പോളിസി റിസർവ് പോലുള്ള റിസർവ് കേട്ടോ, സാധാരണ ജനറൽ റിസർവ് അല്ല, അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇവിടെ ജോയിന്റ് ലൈഫ് പോളിസി റിസർവ്, കണ്ടിൻജൻസി റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് തുടങ്ങിയ തരത്തിലുള്ള പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അതുപോലുള്ള പ്രൊവിഷൻസ് എല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് മറ്റ് ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ. നമുക്ക് എങ്ങനെയാണ് ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുക? ഫോർ ട്രാൻസ്ഫർ ഓഫ് ലൈബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ചെല്ലണം അല്ലേ? അതുകൊണ്ട് ലൈബിലിറ്റീസ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ജേണൽ എൻട്രി ഡെബിറ്റ് ചെയ്യണം. ലൈബിലിറ്റീസ് ഇൻഡിവിജ്വലി ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ജോയിന്റ് ലൈഫ് പോളിസി റിസർവ് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ എഴുതണം. ജോയിന്റ് ലൈഫ് പോളിസി റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇവിടെ കണ്ടിൻജൻസി റിസർവ് വേറെ ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളിങ്ങനെ ഇവിടെ എഴുതിയതിനു ശേഷം ഡെബിറ്റ് ചെയ്തതിനു ശേഷം റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അടുത്തത് ഫോർ സെയിൽ ഓഫ് അസറ്റ്സ് ഓർ റിയലൈസിങ് എനി അൺറെക്കോർഡഡ് അസറ്റ്സ്. അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ എന്ന് പറഞ്ഞ ജേണൽ എൻട്രിയും, റിയലൈസിങ് എനി അൺറെക്കോർഡഡ് അസറ്റ്, ഏതെങ്കിലും അൺറെക്കോർഡഡ് ആയിട്ടുള്ള അസറ്റ് വിറ്റാലും ഇത് തന്നെയാണ് ജേണൽ എൻട്രി. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് രണ്ട് ജേണൽ എൻട്രി ആയിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കത് ഒരുമിച്ച് പഠിച്ചു വെച്ചാലും മതി. സെയിൽ ഓഫ് അസറ്റ് സാധാരണ ബാലൻസ് ഷീറ്റിലുള്ള, ഇപ്പോൾ നിലവിലുള്ള ബാലൻസ് ഷീറ്റിലുള്ള ഏതെങ്കിലും ഒരു അസറ്റ് വിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അൺറെക്കോർഡഡ് ആയിട്ടുള്ള ഒരു അസറ്റ് വിറ്റു എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് കേസിൽ നിങ്ങൾക്ക് ജേണൽ എൻട്രി ഒന്ന് തന്നെയാണ്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് എഴുതേണ്ടത് അല്ലേ? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന തുക എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ചെല്ലണം. അതുകൊണ്ട് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ആണ് അതിന്റെ ജേണൽ എൻട്രി വരിക. ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് മാത്രമാണ് SRT ടെക്സ്റ്റിൽ ബാങ്ക് അക്കൗണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ ക്യാഷ് എന്നാക്കുന്നതിനും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇനി അവസാനം വരയ്ക്കുന്നത് ക്യാഷ് ആണെങ്കിൽ, ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് എന്ന് ഇവിടെ ആക്കാം. ബാങ്ക് അക്കൗണ്ട് ആണ് നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ബാങ്ക് എന്ന് എഴുതാം. രണ്ടിൽ ഏതാണെങ്കിലും അതനുസരിച്ച് നിങ്ങൾ അവസാനം അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ, ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മളത് എഴുതേണ്ടതാണ്. ക്യാഷ് അക്കൗണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നതെങ്കിൽ ക്യാഷ് എന്ന് എഴുതുക, ബാങ്ക് അക്കൗണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നതെങ്കിൽ ബാങ്ക് എന്ന് എഴുതുക. ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷൻ. പിന്നെയുള്ള കേസിൽ നമ്മൾ ക്യാഷ് കിട്ടുന്ന കേസിലെല്ലാം ബാങ്ക് എന്നുള്ളതായിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുക. ബാങ്ക് എന്ന് ഉപയോഗിച്ചാലും ക്യാഷും ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഫോർ ആൻ അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ, ഏതെങ്കിലും ഒരു പാർട്ണർ അസറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത്, അസറ്റ് ഏറ്റെടുക്കുമ്പോൾ അസറ്റിന്റെ പേര് നമ്മൾ ഒരിടത്തും കാണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആ അസറ്റ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ നമ്മൾ അസറ്റിന്റെ പേര് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി റിയലൈസേഷൻ അക്കൗണ്ടും പിന്നെ ഏത് പാർട്ണറാണോ ആ അസറ്റ് ഏറ്റെടുത്തത്, ആ രണ്ട് കാര്യങ്ങൾ വന്നാൽ മതി ജേണൽ എൻട്രിയിൽ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് വരേണ്ടത്? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന പേരിലാണ് വരേണ്ടത് അല്ലേ? ഏത് പാർട്ണറാണോ ഏറ്റെടുത്തത് ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. അസറ്റ് ഏറ്റെടുക്കുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും അത്രയും എമൗണ്ട് എന്ത് ചെയ്യേണ്ടതാണ്? കുറയേണ്ടതാണ് അല്ലേ? അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ചെല്ലേണ്ടത്. എങ്കിലല്ലേ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് അത്രയും തുക കുറയുകയുള്ളൂ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ചെല്ലണമെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കണം? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ആയിരിക്കണം അല്ലേ? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ണറുടെ പേരുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇതാണ് ഒരു പാർട്ണർ അസറ്റ് ഏറ്റെടുക്കുമ്പോൾ ജേണൽ എൻട്രി. ഇനി ഫോർ പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റി ഫോർ സെറ്റിലിംഗ് എനി അൺറെക്കോർഡ് ലൈബിലിറ്റി കൊടുത്തു തീർക്കുമ്പോഴും അല്ലെങ്കിൽ അൺറെക്കോർഡുള്ള ലൈബിലിറ്റി ആണെങ്കിലും രണ്ടും കൊടുത്തു തീർത്താലും ജേണൽ എൻട്രി ഒന്ന് തന്നെയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയ അസറ്റ് വിറ്റപ്പോൾ ക്യാഷ് കിട്ടിയെന്ന് പറയുമ്പോൾ ആ ജേണൽ എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് വരും അല്ലേ? എന്തുവരും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് വരിക. അവിടെ നമ്മളത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ
ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയാണല്ലേ ഒരു ജേണൽ എൻട്രിയിൽ വരുന്ന 2 ഐറ്റംസും പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്കറിയാം. അടുത്തത് ഫോർ എ ലൈബിലിറ്റി വിച്ച് എ പാർട്ണർ ടേക്സ് റെസ്പോൺസിബിലിറ്റി ടു ഡിസ്ചാർജ്. ഇനി ഏതെങ്കിലും ഒരു പാർട്ണർ ലൈബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ, അയാളത് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ അസറ്റ് ഏറ്റെടുത്തപ്പോൾ എന്ത് എഴുതിയോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലൈബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ വരിക. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് കൂടി വരേണ്ടതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ജേണൽ എൻട്രി വരേണ്ടതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിനെ നമ്മൾ ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടും. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ണറുടെ പേരിലുള്ള ക്യാപിറ്റൽ എ ആണെങ്കിൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത ജേണൽ എൻട്രി നോക്കാം. ഫോർ സെറ്റിൽമെന്റ് വിത്ത് ദി ക്രെഡിറ്റർ ത്രൂ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് വെൻ എ ക്രെഡിറ്റർ അക്സെപ്റ്റ്സ് ആൻ അസറ്റ് ഇൻ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് നോ ജേണൽ എൻട്രീസ് റെക്കോർഡ്. ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു അസറ്റ് ക്രെഡിറ്റർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തികൾക്ക് ആ ക്യാഷിന് പകരമായിട്ട് ഫുൾ സെറ്റിൽമെന്റ് രൂപത്തിൽ ആ കൊടുക്കാനുള്ള തുകയ്ക്ക് മുഴുവനായിട്ട് പകരമായിട്ട് ഏതെങ്കിലും ഒരു അസറ്റ് ക്രെഡിറ്റർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രെഡിറ്റർ ₹10,000 കിട്ടാനുണ്ടായിരുന്നു, അപ്പോൾ അതിന് പകരമായിട്ട് ഫർണിച്ചർ 10,000 വിലയിട്ട് ആ ഫർണിച്ചർ ക്രെഡിറ്റർക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇവിടെ ജേണൽ എൻട്രികളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടി ജേണൽ എൻട്രികളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്ന ലൈബിലിറ്റി റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ആ ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി അത് ക്ലോസ് ചെയ്തതാണ് അല്ലേ. അപ്പം അങ്ങനെ ക്ലോസ് ചെയ്ത 2 അക്കൗണ്ടുകളായതുകൊണ്ട് പിന്നീട് നമുക്ക് ഇങ്ങനെയുള്ള കേസിൽ ഫുൾ സെറ്റിൽമെന്റ് ആണെങ്കിൽ എന്തെങ്കിലും ക്യാഷ് അങ്ങോട്ട് കൊടുക്കാൻ ഇങ്ങോട്ട് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എഴുതണം. ബാക്കി ഫുൾ ഫൈനൽ സെറ്റിൽമെന്റ് ആണെങ്കിൽ അതുപോലുള്ള കേസിൽ നോ ജേണൽ എൻട്രി ഈസ് റെക്കോർഡഡ്. നോക്കുക, ബട്ട് ഇഫ് ദി ക്രെഡിറ്റർ ആക്സെപ്റ്റ്സ് ആൻ അസറ്റ് ഓൺലി ആസ് പാർട്ട് പേയ്മെന്റ്, അദ്ദേഹം പകുതി പേയ്മെന്റിന് വേണ്ടി മാത്രമേ അസറ്റ് വാങ്ങിക്കുന്നുള്ളെങ്കിൽ ബാക്കിയുള്ള തുക അയാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതായിട്ട് എൻട്രി വിൽ ബി മെയ്ഡ് ഫോർ ദി ക്യാഷ് പേയ്മെന്റ് ഓൺലി. അത് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ട് കാണിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് വഴിയാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന ജേണൽ എൻട്രി അത് കാണിക്കാവുന്നതാണ്. പേയ്മെന്റ് നടത്തുമ്പോൾ എങ്ങനെയാണോ അതേ ജേണൽ എൻട്രി കാണിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എ ക്രെഡിറ്റർ ടു ഹൂം ₹10,000 വാസ് ഡ്യൂ, 10,000 കിട്ടാനുള്ള ഒരു ക്രെഡിറ്റർ അക്സെപ്റ്റ് ഒ പി സെക്യുമെന്റ് 8,000 രൂപ വിലയിട്ട് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നു. ആൻഡ് ഈസ് പെയ്ഡ് ₹2,000 ഇൻ ക്യാഷ്, അദ്ദേഹത്തിന് ബാക്കിയുള്ള 2,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ഇവിടെ 10,000 കൊടുക്കാനുള്ള വ്യക്തിക്ക് 8,000 രൂപ ഒ പി സെക്യുമെന്റ് കൊടുത്തു എന്നുള്ളതിന് ജേണൽ എൻട്രിയുടെ ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ള 2,000 രൂപ കൊടുത്തതിന് ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എഴുതേണ്ടതാണ്, അല്ലെങ്കിൽ ബാങ്ക് എഴുതേണ്ടതാണ്. ദ ഫോളോവിംഗ് എൻട്രി ഷാൽ ബി മെയ്ഡ് ഫോർ ദി പേയ്മെന്റ് ഓഫ് ₹2,000 ഓൺലി. എന്താണ് ജേണൽ എൻട്രി വരിക? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കാം. ക്രെഡിറ്റർ ആണ്, ക്രെഡിറ്റർ എന്ന് ബ്രാക്കറ്റിൽ കാണിച്ചാൽ മതി ഏത് കാര്യത്തിനാണ് തുക ഉപയോഗിച്ചിരിക്കുന്നുള്ളത്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് വഴിയാണ് എല്ലാ പേയ്മെന്റും നടത്തേണ്ടത്, എല്ലാ പേയ്മെന്റും കിട്ടേണ്ടതും റിയലൈസേഷൻ അക്കൗണ്ട് വഴിയാണ്. മോസ്റ്റ് കേസിലും, മിക്കവാറും എല്ലാ കേസിലും, പാർട്ണേഴ്സ് ലോൺ പോലുള്ള ചില എക്സെപ്ഷണൽ കേസിൽ മാത്രമേ റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാത്തതുള്ളൂ. അത് നമുക്ക് നോക്കാം. ഇനി ഈ കേസിൽ തന്നെ ഹൗവർ വെൻ എ ക്രെഡിറ്റർ ആക്സെപ്റ്റ്സ് ആൻ അസറ്റ് ഹൂസ് വാല്യൂ ഈസ് മോർ ദാൻ ദി എമൗണ്ട് ഡ്യൂ ടു ഹിം, അദ്ദേഹത്തിന് കിട്ടാനുള്ള തുകയേക്കാളും കൂടുതൽ എമൗണ്ട് ആ അസറ്റിന് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 10,000 ആണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത്, അവിടെ അയാൾ 15,000 രൂപയുടെ ഒരു ഓഫീസ് എക്യുപ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ള 5,000 അയാൾ ഇങ്ങോട്ട് തരണം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഹി ഓർ ഷീ വിൽ പേ ക്യാഷ് ടു ദി ഫേം ഫോർ ദി ഡിഫറൻസ് ഫോർ വിച്ച് ദി എൻട്രി വിൽ ബി. അങ്ങനെയാണെങ്കിൽ ക്യാഷ് കിട്ടുന്നതായിട്ട് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, ബാക്കിയുള്ള തുക കിട്ടുന്നതായിട്ട് ആ ജേണൽ എൻട്രി നമുക്ക് കാണിക്കേണ്ടതാണ്. അടുത്തത് ഫോർ പേയ്മെന്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്, റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെന്റും നടത്തേണ്ടതാണ് അല്ലേ. ചിലവുകളെല്ലാം കൊടുക്കേണ്ടതാണ്. വെൻ സം എക്സ്പെൻസസ് ആർ ഇൻകേർഡ്, റിയലൈസേഷൻ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിലവുകൾ ഉണ്ടായിട്ടുണ്ട്, ആൻഡ് പെയ്ഡ് ബൈ ദ ഫേം കൊടുക്കുകയാണെങ്കിൽ ഇൻ ദി പ്രോസസ് ഓഫ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റീസ്. അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതായിട്ട് ജേണൽ എൻട്രി എഴുതേണ്ടതാണ്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, അപ്പോൾ ഏത് പേയ്മെന്റ് നടത്തിയാലും അത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നുള്ള ഒരു ജേണൽ എൻട്രി തന്നെയുള്ളൂ അല്ലേ. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നമുക്ക് റിയലൈസേഷൻ എക്സ്പെൻസ് എന്നുള്ളത് കാണിക്കാവുന്നതാണ്. ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ പേയ്മെന്റ് നടത്തിയെന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി. ഇനി വേറൊരു കേസാണ് ഇതേപോലെ തന്നെ ഈ റിയലൈസേഷൻ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫേം നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതാണ് ജേണൽ എൻട്രി. വെൻ റിയലൈസേഷൻ എക്സ്പെൻസ് ആർ പെയ്ഡ് ബൈ എ പാർട്ണർ ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം, ഫേമിന് വേണ്ടി ഒരു പാർട്ണർ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈബിലിറ്റി ഏറ്റെടുക്കുകയാണ് അല്ലേ. റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ലൈബിലിറ്റി പാർട്ണർ ഏറ്റെടുക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ലൈബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ എന്താണോ ജേണൽ എൻട്രി ചെയ്തത്
അതേ ജേണൽ എൻട്രിയാണ് വരേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അത്രയും കൂടി കിട്ടും. അതാണ് റിയലൈസേഷൻ എക്സ്പെൻസുമായിട്ടുള്ള 2 ജേണൽ എൻട്രി. ഇനി ഫോർ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ വരച്ച് പൂർത്തിയാക്കി. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരിക. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ റിയലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, നിലവിലുള്ള റേഷ്യോയിൽ അത് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഇനി റിയലൈസേഷൻ അക്കൗണ്ടിൽ കിട്ടുന്നത് ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ലോസ് ഡെബിറ്റ് സൈഡിലേക്കാണ് വരിക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ലോസും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് ഓരോ ഇൻഡിവിജ്വലായിട്ടും ഓരോ പാർട്ട്ണറുടെയും ഇൻഡിവിജ്വലായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് റിയലൈസേഷൻ്റെ ലോസും പ്രോഫിറ്റും നമുക്ക് ജേണൽ എൻട്രിയിൽ ട്രീറ്റ് ചെയ്യുക. ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ചില ജേണൽ എൻട്രികളുടെ ഉണ്ട്. അത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോഴും ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴും എല്ലാം നമുക്കത് ആവശ്യമാണ്. നോക്കുക, ഫോർ ട്രാൻസ്ഫർ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഇൻ ദി ഫോം ഓഫ് റിസർവ് ഫണ്ട് ഓർ ജനറൽ റിസർവ്. ജനറൽ റിസർവിൻ്റെ രൂപത്തിൽ, ജനറൽ റിസർവിൻ്റെ കേസ് ഞാൻ പറഞ്ഞു അല്ലേ, കണ്ടിൻജൻസി മറ്റ് റിസർവ് പോലെയല്ല. ജനറൽ റിസർവ് എന്ന് പറഞ്ഞ ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നേരിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ സാധാരണ അഡ്മിഷൻ്റെ സമയത്തും റിട്ടയർമെൻറ്റ് സമയത്തും ചെയ്തതുപോലെ തന്നെ ജനറൽ റിസർവ് അതുപോലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകൾ അതെല്ലാം നമുക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റിസർവ് ഫണ്ട് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിവിജ്വലി നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അത് ഡിവൈഡ് ചെയ്തെല്ലാം പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഫോർ പേയ്മെൻറ്റ് ഓഫ് ലോൺസ് ഡ്യൂ ടു പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള ലോൺ തുക, പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള ലോൺ തുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജേണൽ എൻട്രിയാണ്. കാരണം ഇതിൽ റിയലൈസേഷൻ അക്കൗണ്ടും മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് നമ്മൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് വഴിയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും പാർട്ട്ണറുടെ കയ്യിൽ നിന്നും കടമായിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ, ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് നേരിട്ട് അത് കൊടുത്തു തീർക്കുകയാണ്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ടെങ്കിൽ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓർത്തിരിക്കുക. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഐറ്റം സാധാരണ ലൈബിലിറ്റി പോലെയല്ല, അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നേരിട്ട് അടച്ചു തീർക്കാവുന്നതാണ്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മൾ സെറ്റിൽ ചെയ്യുക. ഇനി ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് അക്കൗണ്ട്സ്, പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യാൻ പോവാണ്. പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരച്ചതിന് ശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് വരച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട് മുഴുവൻ ക്ലോസ് ചെയ്യണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പാർട്ട്നേഴ്സിന് ക്യാഷ് കിട്ടാനാവും, പേയ്മെൻറ്റ് ഭാഗത്ത് നിന്ന് ക്യാഷ് കിട്ടാനാണ് ഉണ്ടാകുക. അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ചിലപ്പോൾ പേയ്മെൻറ്റിലേക്ക് ക്യാഷ് കൊണ്ടുവരേണ്ടി വരും. ലൈബിലിറ്റി ഒക്കെ കൂടുതൽ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ, അസറ്റ്സ് കുറവാണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ക്യാഷ് പേയ്മെൻറ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്യാഷ് പാർട്ട്നേഴ്സിനെ കൊണ്ടുപോകാം, ഡെബിറ്റ് സൈഡിൽ വെച്ച് കൊണ്ടുപോകാം. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ പാർട്ട്നേഴ്സ് അതവർ എത്രയാണോ കൊണ്ടുവരാനുള്ളത് അത് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതിനെയാണ് സെറ്റിൽമെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് എന്ന് പറയുക. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഇവിടെ സെറ്റിൽ ചെയ്യുക. നോക്കുക, ഇഫ് ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ, ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവരേണ്ടതാണ്. ഹി ബ്രിങ്സ് ഇൻ ദി നെസസറി ക്യാഷ്, അദ്ദേഹം ക്യാഷ് കൊണ്ടുവരുന്നു. വിച്ച് ദ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനിയും ദ ബാലൻസ് ഈസ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ഹൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോ എ ക്രെഡിറ്റ് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഫോളോവിങ് എൻട്രീസ് റെക്കോർഡ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെയും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിവിജ്വലി എല്ലാ പാർട്ട്നേഴ്സിനും ഇവിടെ ക്യാഷ് കൊണ്ടുവരാനുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെയും പാർട്ട്നേഴ്സിന് ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണത് കാണിക്കേണ്ടത് ക്യാഷ് കൊണ്ടുപോകുന്നതായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജേണൽ എൻട്രികൾ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രി വരിക. അപ്പോൾ നമുക്കിനി പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം.
അതുകൂടാതെ നമുക്കിനി ക്യാപിറ്റൽ അക്കൗണ്ടും അതോടൊപ്പം തന്നെ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വരയ്ക്കുന്ന പ്രോബ്ലങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം, അതായത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതും ബാങ്ക് അക്കൗണ്ടും ഒപ്പം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കുന്ന ഉൾപ്പെടെയുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ് ഉടനെ തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ കൃത്യമായിട്ടും ഈ ജേണൽ എൻട്രികളെല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ, മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ജേണൽ എൻട്രിയിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സംശയങ്ങളെല്ലാം തീർത്ത് തന്നെ ഇരിക്കുക. പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഈ ജേണൽ എൻട്രി എല്ലാം കൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ജേണൽ എൻട്രി ഇതേപോലെ തന്നെ മനസ്സിലാക്കുക. ഒന്നെങ്കിൽ 2-3 പ്രാവശ്യം കേട്ടാണെങ്കിൽ നിങ്ങളത് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, അത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഡിഫ്ലേഷൻ്റെ പ്രോബ്ലം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഒരിക്കലും നിങ്ങളത് മറന്നു പോവുകയില്ല. പലപ്പോഴും ഡിഫ്ലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അല്പം ബുദ്ധിമുട്ടായിട്ട് കുട്ടികളെല്ലാവരും പറയുന്നത്. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം ഇതിനകത്ത് കൂടുതൽ ജേണൽ എൻട്രീസ് ഉള്ളതുകൊണ്ടാണ്. കൂടുതൽ ജേണൽ എൻട്രീസ് ഉണ്ട്. അത് മനസ്സിലാക്കി പഠിച്ചില്ല എങ്കിൽ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ആ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യാം.